നോമ്പ് കാലത്ത് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത 10 ഭക്ഷണങ്ങളെ പറ്റി പറഞ്ഞുതരാം. നമുക്ക് നോമ്പ് എന്നുള്ളത് പടച്ചതമ്പുരാൻ തന്നിട്ടുള്ള വലിയ അനുഗ്രഹമാണ്. എന്നാൽ നമ്മൾ ഈ നോമ്പിനെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താതെ നോമ്പിൽ പടച്ചവനെ പറ്റിച്ചിട്ട് ഭക്ഷണം കുറേ കഴിച്ച് നോമ്പുകാരൻ രോഗിയായി മാറുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം ഭക്ഷണമാണ്. ഈ ഭക്ഷണങ്ങൾ അറിഞ്ഞിരുന്ന് അതിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ നോമ്പ് ശരിക്ക് ചൈതന്യത്തോടു കൂടി നോമ്പ് നോൽക്കാൻ കഴിയും. ഇല്ലെങ്കിൽ രോഗിയാവുകയാണ് ചെയ്യുക. ആ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. നമ്മളൊക്കെ ഭക്ഷണത്തിൽ പലപ്പോഴും രോഗങ്ങൾ ഒരുപാട് പതിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം ശരിക്ക് കഴിക്കുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങളെ മാറ്റാനും കഴിയും. ഞാൻ എപ്പോഴും ഒരു ഡോക്ടർ എന്നുള്ള നിലക്ക് ആലോചിക്കാറുണ്ട്, ദൈവം തമ്പുരാന് ഈ കാലഘട്ടത്തിൽ നോമ്പ് തന്നിട്ടുള്ള വല്ലാത്ത അനുഗ്രഹം തന്നെയാണ്. കാരണം ഇന്ത്യയൊക്കെ മുന്നിൽ വരുന്ന ഒരുപാട് രോഗങ്ങളുടെ പ്രധാന കാരണം അമിതമായിട്ട് ഭക്ഷണം കഴിക്കും. കൊഴുപ്പ് കൂടും, കൊളസ്ട്രോൾ കൂടും, BP കൂടും, ഷുഗർ കൂടും, യൂറിക് ആസിഡ് കൂടും. എന്നിട്ട് ഈ കൊളസ്ട്രോളിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ നെക്സ്റ്റ് ലെവലായിട്ട് ഫാറ്റി ലിവർ ഉണ്ടാകും, പിത്താശയത്തിൽ കല്ലുണ്ടാകും, അറ്റാക്ക് ഉണ്ടാവും, ബ്ലോക്ക് ഉണ്ടാവും, സ്ട്രോക്ക് ഉണ്ടാവും. അതല്ലെങ്കിൽ ദഹനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, മൂലക്കുരു ഉണ്ടാവും, ശോധനക്കുറവുണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. ഇത് നല്ലോണം നോമ്പ് നോൽക്കുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയും, അമിതമായിട്ടുള്ള കൊഴുപ്പൊക്കെ കുറഞ്ഞിട്ട്. നോമ്പുകാർക്ക് ഏറ്റവും അപകടകരമായിട്ടുള്ളത് ഒന്നാമത്തത് നമ്മളുടെ ഭക്ഷണത്തിൽ കരിച്ചത് പൊരിച്ചത് ആയിട്ടുള്ള എണ്ണക്കടികളാണ്. നോമ്പ് തുടങ്ങുമ്പോൾ നമുക്ക് ഫേസ്ബുക്കോ യൂട്യൂബോ എടുത്ത് നോക്കിയാൽ അറിയാം, കുറേ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ, ഉണ്ടാക്കി വെച്ചത് വിൽക്കാൻ വെച്ചതിൻ്റെ വീഡിയോ, കുറേ മൂക്കറ്റം തിന്നുന്നതിൻ്റെ വീഡിയോ. ഇത്തരത്തിൽ പലഹാരങ്ങൾ പലപ്പോഴും നമ്മളെ രോഗിയാക്കും. പ്രത്യേകിച്ച് കുറേ നേരം ഭക്ഷണം കഴിക്കാതെ ക്ഷമിച്ചിരിക്കുന്ന ഒരാളുടെ വയറ്റിലേക്ക് ഇങ്ങനെ സംഗതി ചെല്ലുമ്പോൾ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയില്ല. അതിൽ എണ്ണ, കൊഴുപ്പ്, അതുപോലെ തന്നെ കൊളസ്ട്രോളുകൾ ഉണ്ടാക്കും. അതിലുള്ള മീറ്റുകൾ, അതിൽ എണ്ണ ഉപയോഗിച്ച എണ്ണയാണ് പിന്നെയും ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ നോമ്പ് വിഭവങ്ങളിൽ എത്രത്തോളം ഇത്ര കരിച്ചതും പൊരിച്ചതും ഏതൊക്കെ ഉണ്ട് എന്നുള്ളത്. സമൂസ, കട്ട്ലറ്റ്, ബ്രെഡ് റോള്, പോക്കറ്റ് ഷവർമ, ഇങ്ങനെയുള്ള സംഗതികൾ. പിന്നെന്തൊക്കെയാണ്? ചിക്കൻ പൊക്കവട. വിഭവങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ടാവും. ഞാനും മലപ്പുറത്ത് തരണം, ഞാനും ഇത് പലപ്പോഴും കഴിച്ചിട്ടൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് അപകടം ചെയ്യാണ്. ഇതിൻ്റെ അപകടം മനസ്സിലാവണമെങ്കിൽ ഒരു സിമ്പിൾ കാര്യം പറഞ്ഞുതരാം. നിങ്ങളൊരു 10 സമൂസ വീട്ടിലുണ്ടാക്കി വെക്കൂ. എത്ര രൂപ ആവുമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾ പീടിയിൽ നിന്ന് വാങ്ങുമ്പോൾ എത്ര പൈസ വരില്ല. എന്തുകൊണ്ടാണ് വരാത്തത്? ആ എണ്ണ ഉപയോഗിച്ചത് തന്നെ പിന്നെയും ചൂടാക്കി ഉപയോഗിക്കുക. ക്യാൻസറും അറ്റാക്കും വരാൻ വേറെ എവിടേക്കും പോണ്ട. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത് ഒഴിവാക്കേണ്ടത് എണ്ണ പലഹാരങ്ങൾ. ഇത് നിങ്ങൾക്ക് അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കാം. എണ്ണയിലില്ലാതെ പലഹാരങ്ങൾ ഉണ്ടാക്കാം, പഞ്ചസാര അമിതമായിട്ടില്ലാത്ത പലഹാരങ്ങൾ ഉപയോഗിക്കാം. രണ്ടാമത് ഫുൾ ജാർ സോഡ എന്നുള്ളൊരു ട്രെൻഡായിട്ട് തന്നെ കാണാം. അതിൻ്റെ എല്ലാ തരത്തിലുള്ള രാത്രികാല ഷോപ്പുകളും നമുക്ക് നോമ്പ് തുടങ്ങുമ്പോൾ കാണാം. ഒഴിവാക്കുക. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ലിവറിന്, നിങ്ങളുടെ വയറിന്, നിങ്ങളുടെ ദഹനത്തിന്, നിങ്ങളുടെ അസിഡിറ്റിക്ക് കാരണമാകും. മൂന്നാമത് ഈ ഫുൾ ജാർ സോഡകൾ പോലെ തന്നെയാണ് നമ്മൾ കോളകൾ, അതുപോലെ തന്നെ കളർ ഡ്രിങ്ക്സ്. എനിക്ക് പലപ്പോഴും ഗൾഫിലൊക്കെ ഇഫ്താർ കിറ്റ് കൊടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ഈ ഫ്രൂട്ടി പോലെയുള്ള കളർ ഡ്രിങ്ക്സ് കൊടുക്കുന്നത്. ജ്യൂസ് തന്നെ ഞാൻ അമിതമായിട്ട് പ്രൊമോട്ട് ചെയ്യലില്ല. കാരണം അതിൽ പഞ്ചസാര കുത്തി കലക്കിയിട്ടുണ്ടാകും, ഈ ഫ്രൂട്ട്സിൻ്റെ ഫൈബർ മുഴുവൻ മാറ്റിക്കളഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിലെ ഫ്രൂട്ടി പോലെയുള്ള കളർ ഡ്രിങ്ക്സ്, സർബത്ത് കുത്തി കലക്കിയിട്ടുള്ളത്, കളർ വെള്ളങ്ങൾ ഒക്കെ ഒഴിവാക്കുക. എന്നാൽ ഞാനിപ്പോൾ അടുത്തറിഞ്ഞു റൂഹ് അഫ്സ എന്നുള്ളത് ഒരു യുനാനി മരുന്നാണ് എന്നുള്ളത്. ഔഷധങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു മരുന്നാണെന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നാരങ്ങ വെള്ളം ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കാം? നന്നായിട്ട് 1/2 ലിറ്റർ വെള്ളത്തിലേക്ക് നാരങ്ങ പിഴിഞ്ഞിട്ട് ഉപ്പും പഞ്ചസാരയാക്കിയിട്ട്, ഭയങ്കര പുളിപ്പിലല്ല, പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾ തേങ്ങാ വെള്ളം ഉപയോഗിച്ചോളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിയും, സന്തോഷമാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോളൂ, മോരുവെള്ളം ഉപയോഗിച്ചോളും, ബാർലിയുടെ വെള്ളം ഉപയോഗിച്ചോളും. ജ്യൂസുകൾ ഉപയോഗിക്കാം, പഞ്ചസാര പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി നാലാമത് അപകടം പിടിച്ചിട്ടുള്ള സാധനം, നമ്മൾ ഉപ്പിലിട്ട് മാങ്ങ, അതുപോലെ തന്നെ അച്ചാറുകൾ. എന്താ അതിൻ്റെ പേര്? 420 അച്ചാറുകൾ. ഈ ഉപ്പിലിട്ടതും അതുപോലെ തന്നെ മസാലകളും ഇത്രയും ക്ഷീണം പറ്റിയിട്ടുള്ള ബോഡിക്ക് പിടിച്ചിട്ട് പിന്നെയും കയറ്റുകയാണ്. നിങ്ങളൊരു 15 കിലോമീറ്റർ നടന്നു വന്നിട്ട് പിന്നെയും ഒരു മല കയറാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും? ഇതന്നെ നിങ്ങളുടെ ശരീരത്തിന് സംഭവിക്കുന്നത്, രോഗിയായിട്ട് മാറുകയാണ്. അഞ്ചാമത്തത് അൽഫാം, അതുപോലെ തന്നെ സ്മോക്ക്ഡ് ആക്കിയിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ. അൽഫാം പറഞ്ഞ വേഗത്തിൽ മനസ്സിലാക്കും, കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. അത്തരം സാധനങ്ങൾ കഴിക്കുന്നത് കേടാണ്.
ആറാമത്തത് കരിച്ചത് പൊരിച്ചത് ബ്രോസ്റ്റ് ആക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. ഏഴാമത്തത് നമ്മൾ ഉപയോഗിക്കുന്ന മന്തി, ബിരിയാണികൾ, നെയ്ച്ചോറ്, ഇതിലൊക്കെയുള്ള ഡാൽഡ, എണ്ണ, മസാലകൾ, ഇതൊക്കെ കഴിവതും ഒഴിവാക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് എന്താ പറഞ്ഞാൽ എല്ലാ ദിവസവും തന്നെ ഉപയോഗിക്കണം എന്നുള്ളവന് അത് ആദ്യം 3-1 ചുരുക്കുക, പിന്നെ ആഴ്ചയിൽ 1 ചുരുക്കുക, പിന്നെ 10 ചുരുക്കുക. ഇത് പറയണ എനിക്കൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടില്ല, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. കാരണം അതിൻ്റെ മുമ്പത്തെ വർഷം ഞാൻ അത് നന്നായിട്ട് ഉപയോഗിച്ചതാണ്. കഴിഞ്ഞ വർഷം ഞാനൊരു തീരുമാനം എടുത്തു, ആദ്യം ഞാനിത് നിയന്ത്രിക്കട്ടെ എന്നുള്ള. എന്ത് സുഖമായിരുന്നു നോമ്പ് എന്നറിയോ. മറ്റേത് ഗ്യാസ് കയറും, വയറിങ്ങനെ അസിഡിറ്റി ആയിട്ട് കെട്ടിക്കിടക്കും, വയറിങ്ങനെ കമ്പിക്കും, ഭയങ്കര വിശപ്പായിരിക്കും, ഉറക്കം തൂങ്ങലായിരിക്കും, മന്ദപ്പായിരിക്കും, ക്ഷീണമായിരിക്കും, ശോധന കിട്ടൂല. ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത് ഇത്തരം സാധനങ്ങൾ ഒഴിവാക്കുക. പിന്നെ നമ്മളുടെ ഭക്ഷണത്തിൽ തീന്മേശയിൽ പറ്റുന്ന അബദ്ധങ്ങളാണ് രാവിലെ എടുത്തിട്ട് രാത്രിക്കത്തെ ഭക്ഷണം ചൂടാക്കി കഴിക്കും. എന്താ ഈ കഴിക്കണത്? ഈ നെയ്യും ഡാൽഡയൊക്കെ ഉള്ള ബിരിയാണി രാവിലെ ചൂടാക്കി കഴിക്കുക ചെയ്യുന്നത്. ചെയ്തു പോവരുത്. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യും? കുറേ ചോറ് വാരി വലിച്ച് വയറ് നിറയെ കഴിക്കും. അതല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് ഒന്നോകെ ഭക്ഷണം കഴിച്ച് അങ്ങ് കിടക്കും. അങ്ങനെയും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വ്യായാമം ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ തടിമ പിടിക്കും, ഇതൊക്കെ തടി കൂടാൻ കാരണമാകും. പിന്നെ ഇതിൻ്റെ ഒപ്പം ഉറക്കം ശ്രദ്ധിക്കുക. അത്താഴം കഴിഞ്ഞ ഉടനെ ഉറങ്ങാതിരിക്കാനും രാത്രി ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാനും ഒഴിവാക്കുക. എങ്ങനെയാണ് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പ് തുറന്ന് നിസ്കാരം, ആദ്യത്തെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുക. പിന്നെ രാത്രി കിടക്കുന്നതിൻ്റെ മുമ്പ് ഹെവി മീൽസ് ഒഴിവാക്കുക. ഈ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ നോമ്പിനെ ആരോഗ്യപ്രദമാക്കാൻ കഴിയും. 9ാമത് പറയാനുള്ളത്, ഭക്ഷണത്തിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ വെള്ളം കുടിയിൽ നമ്മൾ ശ്രദ്ധ കുറയും. എന്നിട്ട് കണ്ണി കണ്ട കളർ വെള്ളങ്ങളും സാധനങ്ങളും പഞ്ചസാര കുത്തിക്കലക്കിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ 9ാമത് ഞാൻ പരമാവധി ഒഴിവാക്കാൻ പറയുന്നത് പഞ്ചസാര, ബേക്കറി ഐറ്റംസ്, പേസ്ട്രി ഐറ്റംസ്, കേക്ക്, ഇങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കുക. ഇനി 10ാമത് പറയുന്നത് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ രൂപത്തിൽ പാക്കഡായിട്ട് കുറേ സാധനങ്ങൾ കിട്ടും, പാക്കറ്റിൽ കിട്ടും. ഞങ്ങളൊക്കെ ഹോസ്റ്റലിൽ നിന്ന് നോമ്പ് ഇതാക്കിയിരുന്നത് ന്യൂഡിൽസ് ഉപയോഗിച്ചിട്ടായിരുന്നു. അന്ന് ന്യൂഡിൽസ് ആകുമ്പോൾ എളുപ്പമാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്, 10 മിനിറ്റ് മുമ്പ് നീച്ചാൽ മതി, ഇതെടുത്തിട്ട് ചെയ്യും എന്നുള്ളതായിരുന്നു. ആ സംഗതികളും ഒഴിവാക്കുക. എത്രത്തോളം നാച്ചുറൽ ആവാൻ പറ്റുമോ അത്രത്തോളം നാച്ചുറൽ ആവുക. അതുപോലെ തന്നെ ഇറച്ചി മീനൊന്നും വേണ്ട എന്ന് പറയുന്നില്ല. കഴിവത് എന്ത് ചെയ്യുക, ചിക്കൻ അത്ര പ്രശ്നമല്ല, ബീഫ് മട്ടൺ ഒഴിവാക്കുക. ഇത് ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നോമ്പിന് നമുക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടിയിട്ട് ആരോഗ്യപ്രദമാക്കാൻ കഴിയും. നമ്മുടെ നോമ്പ് ആരോഗ്യപ്രദമാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.